പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നിലവിൽ കാണുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഒരു ചരിത്രം എടുത്താൽ ഇന്നുവരെ ഒരു ശക്തിക്കും പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ കഴിയാത്ത, അധിനിവേശം പൂർണ്ണമായി നടത്തി വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. പുരാതന വിശാല ഭാരതത്തിന്റെ ഭാഗമായിരുന്ന, പുരാതന ഭാരതത്തിലെ ചരിത്രത്തിലും അല്ലെങ്കിൽ പുരാണങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധാര ദേശം എന്നറിയപ്പെടുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായി ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് പോകാൻ എല്ലാ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 28 മുതൽ 36 വരെ സാധാരണക്കാർ അവിടെ മരണപ്പെടുകയുണ്ടായി. എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒന്നുമില്ലാത്ത ഒരു രാജ്യത്ത് കയറി അവരെ ആക്രമിച്ച് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാന്റെ അല്പത്തരം കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇല്ല, ആധുനിക ആയുധങ്ങളൊന്നുമില്ല. അമേരിക്ക ഉപേക്ഷിച്ചു പോയ കുറച്ച് ആയുധങ്ങൾ മാത്രമാണുള്ളത്, പിന്നെ കുറച്ച് റഷ്യൻ മെയ്ഡ് ആയുധങ്ങൾ ഉള്ളതായി നമുക്കറിയാം. സോ അങ്ങനത്തെ ഒരു രാജ്യത്തിൽ ഞങ്ങളുടെ കയ്യിൽ വലിയ യുദ്ധവിമാനങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അതും കൊണ്ടുപോയി അവിടെ ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറയാൻ വേണ്ടി പാകിസ്ഥാൻ അത് ഷൂട്ട് ചെയ്ത് ലോകത്തെ കാണിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ എന്താണ് ചെയ്തത്? നമ്മൾ നടത്തിയ ഓരോ ആക്രമണത്തിന്റെയും വിഷ്വൽസ് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു. അന്ന് പാകിസ്ഥാനെ കാണിക്കാൻ വിഷ്വൽ ഒന്നും ഉണ്ടായില്ല, എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് അവരുടെ ഡിഫൻസ് മിനിസ്റ്ററും അവരുടെ വിദേശകാര്യമന്ത്രിയും ഒക്കെ ചെയ്തത്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങോട്ട് അമ്മാതിരി അടിയാണ് ഇന്ത്യ കൊടുത്തത്. അവർ ശ്രമിച്ചു, പക്ഷെ ഒന്നും വർക്കായില്ല. അതുകൊണ്ട് എടുത്തു കാണിക്കാൻ വീഡിയോകളൊന്നും ഇല്ല. അപ്പൊ ഇവർക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ അറിയാം, പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മളെ വല്ലതും ചെയ്താലല്ലേ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റൂ. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയുമില്ല. അതുകൊണ്ട് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്തു. പാകിസ്ഥാൻ ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കാര്യം വന്നപ്പോൾ അതല്ല. അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല, തിരിച്ചടിക്കാൻ കയ്യിലൊന്നുമില്ല. സോ അവിടെ പോയി അവരെ ആക്രമിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. മണ്ടന്മാരായ പാകിസ്ഥാനികളെ പറ്റിക്കാൻ വേണ്ടി 3-4 വീഡിയോ ഒക്കെ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇവരാക്രമിച്ചത് സിവിലിയൻസിനെയാണ്. 38ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ ആയിട്ട് പല തവണയായിട്ട് 500-ലധികം ആളുകളാണ് പല ആക്രമണങ്ങളിലായിട്ട്, പാകിസ്ഥാൻ നടത്തിയ പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയ ആക്രമണങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാൻ ഇനിയും അത് ക്ഷമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. താലിബാനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചടിക്കാതെ അടങ്ങുന്ന ടൈപ്പും അല്ല. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റു ചില കാര്യങ്ങൾ, അഫ്ഗാനിസ്ഥാന് പിന്തുണയുമായിട്ട് എത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലാണ് ഇന്ത്യ ഉള്ളത്. താലിബാനെ നേരിട്ട് പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ഇന്ത്യ അഫ്ഗാന്റെ ഒപ്പമാണ്, അഫ്ഗാൻ ജനതയ്ക്കൊപ്പമാണ്. അഫ്ഗാൻ ആര് ഭരിക്കുന്നു എന്നതിലപ്പുറം നമ്മൾ ആ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്, അവരും നമ്മളോടൊപ്പമാണ്. എന്തൊരു അന്താരാഷ്ട്ര വിഷയം വന്നാലും നിലവിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് അഫ്ഗാനികൾ എപ്പോഴും പ്രതികരിക്കാറ്. സോ അത് ഇന്ത്യ അവിടെ നടപ്പിലാക്കുന്ന കുറെ പദ്ധതികൾ കൊണ്ടുകൂടിയാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ത്യക്ക് നേരിട്ട് പങ്കുണ്ട്. അവർ കഴിക്കുന്ന ആഹാരത്തിൽ, അവരുപയോഗിക്കുന്ന മരുന്നുകളിൽ, അവരുപയോഗിക്കുന്ന റോഡുകളിൽ, പാലങ്ങളിൽ, അവരുടെ നാട്ടിൽ അവർക്ക് ജലം കൊണ്ടുവരുന്ന ജലസ്രോതസ്സുകളിൽ പണിയുന്ന ഡാമുകളിൽ, അവിടെയുള്ള ഓരോ അഫ്ഗാനിയുടെയും ദൈനംദിന ജീവിതത്തിൽ ഇന്ത്യയുടെ സ്പർശമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയോട് വലിയ കാര്യമാണ്, നമുക്കും അവരോട് വലിയ കാര്യമാണ്. അപ്പൊ ഈ പാകിസ്ഥാൻ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണത്തിനെതിരെ നിശിതമായ ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് റഷ്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. റഷ്യ ആയുധങ്ങൾ കൊടുത്തും മറ്റ് സഹായങ്ങൾ ചെയ്തും അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെ തുറന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പരിമിതികളുണ്ട്, കാരണം ഈ താലിബാന്റെ ഭരണമായതുകൊണ്ട് നമുക്ക് അവിടെ പരിമിതിയുണ്ട്. താലിബാൻ പൂർണ്ണമായും എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു സംഘടനയല്ല. അവരുടെ മുൻകാല പ്രവൃത്തികളിൽ തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോഴും അവരുടെ പല പ്രവൃത്തികളും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തുറന്ന് നേരിട്ട് നമുക്ക് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ ആയുധങ്ങൾ കൊടുത്തും അല്ലെങ്കിൽ പണം കൊടുത്തും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റഷ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു അനുകൂലമായ ഒരു സപ്പോർട്ട് അഫ്ഗാൻ ജനതയ്ക്ക് കൊടുക്കാൻ ഇന്ത്യ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പാകിസ്ഥാനെയും ചൈനയും ഒക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ അവസരത്തെ ഇന്ത്യ നന്നായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. റഷ്യയിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് വളഞ്ഞ വഴികളിലൂടെ ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക തന്നെ വേണം. പാകിസ്ഥാന്റെ അഹങ്കാരത്തെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലിട്ട് അവസാനിപ്പിക്കാൻ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിലവിലുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് മാത്രമല്ല, ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്, അവർക്കും ഭീഷണിയാണ്. പണ്ട് ബംഗ്ലാദേശിന് ഭീഷണി ആയിരുന്നത് കൊണ്ടാണ് അവർക്ക് വിഭജിക്കേണ്ടി വന്നത്. അപ്പൊ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വൈറസ് പോലെയാണ്, അടുത്തുള്ള എല്ലാവർക്കും അവരൊരു ഭീഷണിയാണ്. സോ അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ ഒടുക്കത്തിനായിരിക്കുമെന്നാണ് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.